ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നോ? ദുരന്തമുഖത്തുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ സേവാഭാരതി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ദുരന്തമുഖത്ത് നിന്നിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ ചില ഇടപെടലുകളാണ് ഞങ്ങൾക്ക് സേവാഭാരതിക്ക് വേണ്ട രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തത്. ഞങ്ങൾ തടസ്സപ്പെടുത്തലുകളുണ്ടായി, എല്ലാ രീതിയിലും ഉണ്ടായിട്ടുണ്ട്. തടസ്സപ്പെടുത്തൽ പല രീതിയിലും പോലും അങ്ങോട്ട് കടത്തി വിട്ടു. അതെ 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 അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ രീതിയിലും അവിടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഈ ഇന്ത്യൻ ആർമി വരെ അവരെ കൂടിയായിരുന്നു. ഞങ്ങൾ 2 ദിവസം അവരെ കൂടിയായിരുന്നു. ഇന്ത്യൻ ആർമീൻ്റെ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. മുണ്ടയ്ക്ക് ജുമാ മസ്ജിദിലായിരുന്നു. അവിടെ പൊളിഞ്ഞൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ 2 ദിവസം ഉണ്ടായത്. അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ചളി ആയിട്ടോളം ഞങ്ങൾ മുട്ടൻകാലിനേക്കാൾ മുകളിലേക്ക് ചളിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി ആ ജുമാ മസ്ജിദ് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ സേവാഭാരതി പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി. മിലിറ്ററി ഓഫീസർമാർ വന്ന് നോക്കി അതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഈ എന്താ പറയുക, ഈ മീഡിയയിൽ കാണുന്ന മാതിരിയല്ല അവിടെ പോയുള്ള അവസ്ഥ. വളരെ വളരെ ഭയാനകമായൊരു അവസ്ഥയാണ്. എല്ലാ കാര്യത്തിലും ഇനി അങ്ങോട്ട് സേവാഭാരതി ഈ സംഘടന നിർദ്ദേശിക്കുന്ന സമയം വരെ ഞങ്ങളെല്ലാ പ്രവർത്തകരും, ഈ കാണുന്ന പ്രവർത്തകർ മുഴുവൻ ദുരന്തമുഖത്ത് യോജിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ടായി അല്ലേ? അവിടെ മതമില്ല, ജാതിയില്ല അല്ലേ, പിന്നെ രാഷ്ട്രീയമില്ല, കൊടിയുടെ നിറം നോക്കുന്നില്ല അല്ലേ, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു ഒരു ലക്ഷ്യത്തിന് വേണ്ടി. അതങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് 2 ദിവസം മുന്നേ ഒരു മീഡിയയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഈ നമ്മളെ ഇന്ത്യൻ ആർമി പോകാൻ കഴിയാത്ത ഭാഗത്തേക്ക് DYFI പ്രവർത്തകർ പോയി എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ ഒരു വിഷയം വരുന്നുണ്ട്. നമ്മൾ ഈ TV യിൽ കാണുന്നതേ ഉള്ളൂ. അവിടെ പ്രവർത്തിച്ചവർക്ക് അറിയാം എന്താണ് അവിടെ മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ സേന എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സേവാഭാരതി പ്രവർത്തകരല്ല, കാണുന്ന നമ്മുടെ ഈ പരിപാടി കാണുന്ന മുഴുവൻ പ്രവർത്തകർക്കും ആളുകൾക്കും. അതായത് ദുരന്തങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാൻ തുനിഞ്ഞിറങ്ങിയ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുതലെടുക്കണം. അതിന് നമ്മുടെ മറ്റുള്ള മീഡിയ വെറുതെ വളം വെച്ച് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മറ്റു കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങളൊരു സംഘടന നിർദ്ദേശിക്കുന്ന സമയം വരെ സേവാഭാരതി പ്രവർത്തകർ ഒരാളും പോവാതെ, ഈ കാണുന്ന ഒരാളും പോവാതെ ഇവിടെ ഉണ്ടാവുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.